السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യ ഉസ്താദുമാർ, മാന്യ വിധികർത്താക്കൾ, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ദിനേന പത്രങ്ങളിലൂടെയും മറ്റു ദൃശ്യമാധ്യമ വിരുന്നുകളിലൂടെയും നമ്മുടെ മുമ്പിലെത്തുന്ന വാർത്തകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന വസ്തുതകളിലൊന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം ഹിന്ദുത്വ തീവ്രവാദം വളരെ സമർത്ഥമായി ഒളിപ്പിച്ചു കടത്താനുള്ള കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. പുതിയ കാലത്ത് പുറത്തു വരുന്ന വാർത്തകൾ രാജ്യത്തെ ജനാധിപത്യത്തെ സംബന്ധിച്ചും മതേതരത്തെ സംബന്ധിച്ചും സ്വാതന്ത്ര്യ സമരങ്ങളെ സംബന്ധിച്ചും വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങൾ കുത്തിക്കയറ്റി പുറത്തിറക്കുന്ന പുസ്തകങ്ങളുടേത് കൂടിയാണ്. അടുത്തിടെ ഗുജറാത്തിൽ ഒരു സ്കൂളിൽ നടന്ന പരീക്ഷയിൽ ചോദിച്ചത് എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത്, ആത്മഹത്യക്കുള്ള കാരണം എന്തായിരുന്നു എന്നാണ്. നമ്മൾ ചിന്തിക്കണം, ചരിത്രത്തെ എത്ര മോശമായാണ് വക്രീകരിച്ച് അവതരിപ്പിക്കുന്നത്. ഗാന്ധിജിയുടെ ഘാതകനായ ഗോഡ്സെയെ സമാധാനകാക്ഷിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. വിദ്യാഭ്യാസം തങ്ങളുടെ ആശയങ്ങളെ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിലേക്ക് വലിച്ചെറിയാൻ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് അത് കുത്തിവെക്കാൻ നല്ല ഉപാധിയാണെന്ന് നിലവിലെ ഭരണപക്ഷത്തിന് ആരും ക്ലാസ് എടുത്തു കൊടുക്കേണ്ടതില്ല. കാരണം 1950 വിചാരധാരയിൽ അഭിമുഖമുണ്ട്. അതിൽ ഗോൾവാക്കറോട് ചോദിക്കപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഭരണമില്ല, പറയത്തക്ക സംവിധാനങ്ങളൊന്നും അവകാശപ്പെടാനുമില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, ഈ രാജ്യത്ത് നിങ്ങളുടെ ആശയങ്ങൾ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ഗോൾവാൾക്കർ പറയുന്ന മറുപടി കാണാം, ഞങ്ങൾക്ക് ഭരണമില്ല, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ, പക്ഷെ ഞങ്ങൾക്കിവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അതിൽ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അത് മതി എന്ന് അവർ പറയുന്നതായി കാണാൻ പറ്റും. 2014 ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പായി ഈ രാജ്യത്ത് ജനതയ്ക്ക് വേണ്ടി അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഞങ്ങൾ മാറ്റം വരുത്തും എന്നാണ്. 1986 കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചാണ് കഴിഞ്ഞ ഏതാണ്ട് 35 വർഷക്കാലം ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യസിച്ചത്. 1986 വിദ്യാർത്ഥിത്വം ചിന്തിക്കുന്നത് പോലെയല്ല ഇന്ന് ചിന്തിക്കുന്നത്. അന്നുണ്ടായിരുന്ന സാങ്കേതിക വിദ്യകളല്ല നമുക്കിന്നുള്ളത്. അതുകൊണ്ട് മാറ്റങ്ങൾ എല്ലാ അർത്ഥത്തിലും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിനെ പരിഷ്കാരമെന്നും പുരോഗമനമെന്നും വിളിക്കണമെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ വിദ്യാർത്ഥിത്വത്തിന്റെ മേലിൽ ഗുണപരമായ മാറ്റങ്ങൾ അവശേഷിപ്പിക്കേണ്ടതുണ്ട്. പുതിയ വിദ്യാഭ്യാസ നയത്തിലെ അഥവാ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ല. അതിലവർ ചെയ്തിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ എടുത്തു കളയുകയാണ്. അതായത് കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് അതിനെടുത്ത് മാറ്റി എന്നർത്ഥം. മറ്റൊന്ന്, സംസ്കൃത ഭാഷ നിർബന്ധ ഭാഷയെ പഠിപ്പിക്കുകയാണ്. തങ്ങളുടെ ഐതിഹ്യങ്ങൾ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി സംസ്കൃത ഭാഷ നിർബന്ധമാക്കലാണെന്ന് അവർക്കറിയാം. മറ്റൊന്ന്, കോളേജുകളിലെ ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക ബ്യൂറോയുടെ പ്രത്യേക അനുവാദമില്ലാതെ ഇനി അങ്ങോട്ട് ഗവേഷണങ്ങൾ നടക്കില്ല. പ്രധാനമന്ത്രി വിമർശിക്കുന്നത് പോലും, മന്ത്രിമാരെ ചോദ്യം ചെയ്യുന്നത് പോലും, സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് പോലും തെറ്റായ കാലത്ത്, രാജ്യദ്രോഹമായ കാലത്ത് എന്തിനൊക്കെ നമുക്ക് അനുവാദം കിട്ടും എന്ന് നാം കാത്തിരുന്ന് കാണേണ്ടി വരും. കേരളത്തിൽ എന്നല്ല, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അടുത്ത കാലത്തുണ്ടായ ഗവർണറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ കേരളത്തിലെ ഗവർണറുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിവാദം നടന്നത്, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് തന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രം തിരികെ കയറ്റി ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നതായാണ്. ഇതിൽ ഗവർണർ നടത്തിയ ഈ നീക്കം എല്ലാ അർത്ഥത്തിലും വിമർശിക്കപ്പെട്ടത് ഈ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ നേതൃനിരയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽപ്പെട്ടവർ മാത്രം ഭരണം നടത്തുന്നുവെങ്കിൽ അത് പിൽക്കാലത്ത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വരുന്ന തീരുമാനങ്ങളുടെ എല്ലാ
തലങ്ങളും ചെന്നെത്തുന്നത്, എല്ലാ അന്തിമ തീരുമാനങ്ങളും ചെന്നെത്തുന്നത് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ മാത്രം പെട്ടവരുടെ കരങ്ങളിലായിരിക്കുമെന്നും അവരുടെ തീരുമാനങ്ങളാണ് നടപ്പാവുക എന്നതുകൊണ്ടുമാണ് ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഈ രാജ്യത്തുണ്ടാകേണ്ടത്. നാം തെരുവുകളിൽ ശബ്ദിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ്. നാം ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് അലറേണ്ടത് ഇത്തരം കാര്യങ്ങളിലേക്കാണ്. മാറ്റങ്ങൾ അനിവാര്യമാണ്. എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്ന കാലത്ത് സമാധാനപരമായി പ്രതിഷേധങ്ങൾ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജൂനിയർ പ്രസംഗം മലയാളം തുടരുന്നു. നെക്സ്റ്റ് ലെറ്റർ ഇ.